بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും എത്തിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിൽ എത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞു. അള്ളാഹു ആയുസ്സിൽ ഒരുപാട് റജബും ശഅബാനും റമളാനും സ്വീകരിക്കാനും നല്ല നിലക്ക് അമല് ചെയ്ത് ആദരിച്ച് റമളാന്റെയും ശഅബാന്റെയും റജബിന്റെയും ഒക്കെ അനുകൂലമായ സാക്ഷിത്വം ലഭിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് വരുന്നത് റമളാൻ വരാറായി എന്ന ഒരു ഓർമ്മപ്പെടുത്തലിന്റെ സന്ദേശവും അറിയിച്ചുകൊണ്ടാണ്. റമളാനിന്റെ മുന്നൊരുക്കം റജബ് മാസത്തിൽ ഉണ്ടാവണം എന്ന ഒരു തത്വമാണ് റജബിന്റെ ആരാധനാ വിളംബരങ്ങൾ മുഴുവനും. യഥാർത്ഥത്തിൽ ഈ ഒരു ദൗത്യം നമ്മുടെ പൂർവികരായ ആളുകൾ എല്ലാവരും ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അർഹമായ നിലയിൽ റജബും ശഅബാനും അവർ ആദരിച്ചു. റമളാൻ അവർക്ക് വളരെ സന്തോഷകരമായി തീരുകയും ചെയ്തു. റമളാൻ എളുപ്പമാവാൻ വേണ്ടി റജബിൽ നമ്മൾ ആരാധനാ പരിശീലനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. റമളാനിന്റെ ചുവടുവെപ്പ് റജബിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് സമാഗതമായാൽ ധാരാളം കാര്യങ്ങൾ അമലിന്റെ രംഗത്ത് നമുക്ക് ചെയ്യാനുണ്ട് എന്നൊരു ചർച്ച സജീവമായി നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുകയും പരമാവധി നമ്മെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം റജബ് മാസം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച, ഈ ക്ലാസ്. അള്ളാഹു നമുക്ക് അറിവിൽ ബറക്കത്തും അമല് ചെയ്യാനുള്ള ഭാഗ്യവും തന്ന് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ ആദരണീയമെന്ന് പറഞ്ഞിട്ടുള്ള മാസമാണ് റജബ് മാസം. അത് എന്നു മുതൽ ആദരണീയമെന്ന് ചോദിച്ചാൽ പ്രപഞ്ചം പടച്ച അന്നു മുതൽക്ക് തന്നെ റജബ് ആദരണീയമാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. സൂറത്ത് തൗബയുടെ വളരെ പ്രശസ്തമായ ആയത്തുകൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് ഉണ്ടായ അന്നു മുതൽക്ക്, അതായത് പ്രപഞ്ചം പടച്ച അന്നു മുതൽക്ക് സമയ സംവിധാനത്തെ ഒരു വർഷം 12 മാസം എന്ന കണക്കിൽ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വർഷം 12 മാസം എന്നതാണ് സമയത്തിന്റെ കണക്ക്. ഇതാണ് ഖുർആൻ നമ്മോട് പറയുന്ന കലണ്ടറിന്റെ വിശേഷം. അതായത് പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്കുള്ള നമ്മുടെ സമയ സംവിധാനം അള്ളാഹു കണക്കാക്കി വെച്ചിരിക്കുന്നത് ഒരു വയസ്സ് എന്നത് 12 മാസം എന്ന രീതിയിലാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. വ്യക്തമായ ഒരു കലണ്ടർ സംവിധാനത്തെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിയിട്ട് പറയാണ് 12 മാസം ഉണ്ട് എന്ന് പറയുന്നത് പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്കാണ്. എന്നാൽ അന്നു മുതൽ തന്നെ ആ 12 മാസത്തിൽ 4 മാസം ആദരണീയം ആണെന്ന് പരിശുദ്ധ ഖുർആൻ. മഹാന്മാരായ ലോകത്ത് വന്ന സർവ്വ മുഫസ്സിരീങ്ങളും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ഈ ആദരണീയമെന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള 4 മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഇങ്ങനെ 4 മാസങ്ങളാണെന്ന് കൃത്യമായി തന്നെ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. 4 മാസം ആദരണീയം എന്ന് പറഞ്ഞിട്ട് സമയ സംവിധാനത്തിൽ
12 മാസത്തെ ഒരു വർഷമായി കണക്കാക്കി കൊടുത്ത് 4 മാസം ആദരണീയമാണെന്ന് പറഞ്ഞ ഈ തത്വം ഇത് ഇങ്ങനെ തന്നെ ദാലികദ്ദീനുൽ ഖയ്യിം, ശരിയായ ദീനിന്റെ തത്വം ഇതാണെന്ന് ഖുർആൻ. അപ്പൊ ആദരണീയമെന്ന് ഖുർആൻ പറഞ്ഞ പരിശുദ്ധമായ റജബ് മാസം, അതുപോലെ തന്നെ ആദരണീയമെന്ന് ഖുർആൻ പറഞ്ഞ പരിശുദ്ധമായ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം മാസങ്ങൾ. ഈ മാസങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാകുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, സ്വന്തം ശരീരത്തോട് നിങ്ങൾ അക്രമം ചെയ്യല്ലേ. സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യല്ലേ. പാപം ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തവർ എന്നാണ്. കാരണം ഒരു പാപി പാപം ചെയ്യുക വഴി അവന്റെ ശരീരത്തെ നരകത്തിലെത്തിക്കുകയാണ്. സ്വന്തം ശരീരത്തെ നരകത്തിലെത്തിക്കുന്നവൻ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്യുന്നവനല്ലേ. റജബും അതുപോലെ തന്നെ ആദരണീയമെന്ന് ഖുർആൻ പറഞ്ഞ മറ്റു മാസങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുമ്പോൾ ഫലാ തദ്ലിമൂ ഫീഹിന്ന, പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം എടുത്തു പറഞ്ഞു. ഖുർആൻ ആദരണീയമെന്ന് പ്രഖ്യാപിച്ച 4 മാസങ്ങളുടെ പവിത്രതയെ മാനിച്ചുകൊണ്ട് ആ മാസങ്ങളിൽ നിങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യല്ലേ. നന്മ ചെയ്യണ കാര്യം കൂടുതൽ ഊന്നി പറയപ്പെടുന്ന ഒരു കാലയളവാണ് റജബ്. ഒരുപാട് നിസ്കരിക്കുന്ന കാര്യം പറയാറുണ്ട്. നിസ്കാരത്തിന്റെ വാർഷികം നടന്ന മാസമാണ്. നിസ്കാരത്തിന്റെ വാർഷികം നടക്കേണ്ട മാസമാണ്. മിഅ്റാജിന്റെ അനുഗ്രഹ അനുഭൂതി റജബിലാണ്. നിസ്കാരം ഫറദാക്കപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് നിസ്കാരത്തിൽ കൂടുതൽ ഉത്സാഹിക്കണം എന്ന വയല് കേൾക്കാറുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ അനർഘമായ വചസ്സുകൾ കൂടുതൽ ഉരവിടണമെന്നും സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ തൗഹീദ് എന്നറിയപ്പെടുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അധ്യായം കൂടുതൽ ഓതണമെന്നും ഒക്കെ പറയപ്പെടുന്ന ഈ മാസത്തിൽ അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുമുണ്ട്. ആദരണീയം എന്ന തലത്തിൽ ആരാധനകൾക്ക് ആദരവിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പോലെ തന്നെ ആദരവിന്റെ പ്രാധാന്യത്തിൽ അരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതിനും മതം പ്രാധാന്യം നൽകുന്നു. സൂറത്ത് തൗബയുടെ ഈ ആയത്ത് മഹാന്മാരായ സ്വഹാബികളുടെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ നോക്കിക്കോളൂ. മഹാനായ അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ തങ്ങള് ഈ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം ലിഅന്നഹു ആഖദു വ അബ്ലഗു ഫിൽ ഇസ്മി മിൻ ഗൈരിഹാ, ഖുർആൻ ആദരണീയമെന്ന് പറഞ്ഞ റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നീ 4 മാസങ്ങളിൽ ഒരാള് തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നന്മ ചെയ്യുമ്പോൾ അതിന് ഗൗരവം കൂടുതലാണ്. ലിഅന്നഹു ആഖദു വ അബ്ലഗു ഫിൽ ഇസ്മി മിൻ ഗൈരിഹാ, മറ്റ് മാസങ്ങളിൽ സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കാളും അല്ലാഹുവിന്റെ മുന്നിൽ റജബിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് ഗൗരവം കൂടുതലാണ്. കമാനൽ മആസിയ ഫിൽ ബലദിൽ ഹറാമി തുളാഅഫു, അല്ലാഹു പവിത്രമാക്കിയ ഒരു സ്ഥലത്ത് വെച്ച് തെറ്റ് ചെയ്യുന്നതിന് ആ തെറ്റിന് ഗൗരവം കൂടുതലുള്ള പോലെ, ഉദാഹരണം അല്ലാഹു പവിത്രമാക്കിയ ഇടമാണ് പരിശുദ്ധ ഹറം. കഅബയുടെ മുറ്റത്ത് വെച്ച് ഒരാള് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് സാധാരണ ഒരു അങ്ങാടിയിൽ വെച്ച് ചെയ്യുന്ന തെറ്റ് പോലെയല്ല. കഅബയുടെ മുന്നിൽ വെച്ച്, മസ്ജിദുൽ ഹറമിൽ വെച്ച് അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് അള്ളാഹു ആദരിച്ച ഒരു ഇടത്തിൽ വെച്ച് ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന് ഗൗരവം കൂടുതലാണ്. ആദരിച്ച ഇടത്തിൽ വെച്ച് ഒരു നന്മ ചെയ്താൽ ആ നന്മയ്ക്ക് പ്രതിഫലം കൂടുതലുള്ള പോലെ തെറ്റുകൾക്ക് ഗൗരവം കൂടുതലാണെന്ന് മഹാനായ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. ഇനി കണ്ടോളൂ, സൂറത്ത് തൗബയുടെ പ്രസ്തുത ആയത്ത്, തൗബയുടെ 36-ാമത്തെ ആയത്തിന് ഇമാം തിബിരി കൊടുക്കുന്ന വ്യാഖ്യാനം വജഅല ദംബ ഫീഹിന്ന അഅ്ളമ വൽ അമല സ്വാലിഹ വൽ അജ്റ അഅ്ളമ, അല്ലാഹു ആദരിച്ച മാസമായ റജബ് അതുപോലെ മറ്റു 3 മാസങ്ങളും അല്ലാഹു ആദരിച്ച സമയങ്ങളാണിത്. ആ സമയങ്ങളിൽ ചെയ്യുന്ന സ്വാലിഹായ അമലിന് വലിയ പ്രതിഫലവും വലിയ പ്രത്യേകതയും ഉള്ള പോലെ തന്നെ അതിൽ സംഭവിക്കുന്ന തെറ്റുകൾക്കും ശിക്ഷയും ഗൗരവവും കൂടുതലാണ്. അള്ളാഹു തെറ്റ് ചെയ്യാതെ റജബിനെ ആദരിക്കാനുള്ള ഭാഗ്യത്തിൽ നമ്മെ എത്തിക്കട്ടെ. പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ചെറുപ്പത്തിലുണ്ടായ കാര്യം ഓർമ്മ വരാണ്. റമളാൻ വരാൻ ആവുമ്പോഴേക്കും പൊതുവെ ഒരു ബോധവൽക്കരണം ഉണ്ട്, TV ഒക്കെ എടുത്തു വെക്കണം അല്ലേ, അങ്ങനല്ലേ?
ടി വി അടച്ചു പൂട്ടി കെട്ടി വയ്ക്കും. റമദാൻ ആയിക്കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വാർത്ത കാണാൻ പോലും ടി വി ഉപയോഗിക്കൂല. കാരണം അത് വലിയ ഗൗരവം. ഏതെങ്കിലും ഒരു വീട്ടിൽ അങ്ങനെ റമദാൻ മാസത്തോടനുബന്ധമായി ടി വി എടുത്തു വെക്കാതെ വാർത്ത എങ്ങാനും കേൾക്കുന്നു കാണുന്നു എന്നൊക്കെ പൊതുവെ ഒരു വർത്താനം പുറത്തുണ്ടെങ്കിൽ അത് വലിയ മോശമായിരുന്നു. ഇന്ന് ടി വി എന്നൊന്നും പറയണ്ട, അതിനൊക്കെ അപ്പുറത്തേക്ക് കാലം കടന്നു. അപ്പൊ ആ ഒരു ഗൗരവം തെറ്റുകൾ സംഭവിക്കുന്ന വിഷയത്തിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നു, ഇന്നതില്ല. അപ്പൊ ആ ഒരു ഗൗരവം റമദാനിൽ നമ്മൾ കാണുന്നുവെങ്കിൽ അത് റജബിൽ കാണേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞത്. ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മുഹദ്ദിഥീങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞു തന്നത്. ഞാൻ ഒന്നുകൂടി പറയുന്നു, റജബ് മാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത എന്തോ പറയുന്നുണ്ടല്ലോ, ഫോൺ ചെയ്യുന്നതാണോ? ആണോ? അല്ലേ? ഫോൺ ചെയ്യുന്ന. റജബ് മാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏകദേശം നമ്മൾ അതേക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം പറയാം. റജബ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, റജബ് വന്നാൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം, റമദാൻ കൊണ്ട് നമുക്ക് പാടില്ലാത്ത എല്ലാം റജബിലും പാടില്ല. റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് പാടില്ലാത്ത കാര്യങ്ങളൊന്നും റജബിലും പാടില്ല. അതാണ് ഒന്നാമത്തേത്. സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഹദീസ് കേട്ടോളൂ. പരിശുദ്ധ റമദാനിൽ നമുക്ക് പാടില്ലാത്ത കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പാടില്ലാത്ത കാര്യങ്ങളൊന്നും റജബിൽ പാടില്ല. പരിശുദ്ധ റമദാൻ വരുമ്പോൾ പാടില്ലാത്തത് റജബിൽ പാടില്ല. രണ്ടാമത്തേത് കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല. പിന്നെ ഉള്ളത് സമൂഹത്തിലെ പിണക്കങ്ങൾ, ഐക്യം നിലനിർത്തുക, നാട്ടുകാരായിട്ടുള്ള പിണക്കങ്ങൾ പാടില്ല. പിന്നെ സുന്നത്തുകൾക്ക് നേരെ മുഖം തിരിക്കാൻ പാടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഏതായാലും ഒന്ന് വിശദീകരിക്കാം. റമദാൻ കൊണ്ട് പാടില്ലാത്ത ഒന്നും തന്നെ റജബ് കൊണ്ടും നമുക്ക് പാടില്ല. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അസ്യാമു ജന്ന, റമദാനിന്റെ നോമ്പ് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ശിക്ഷകൾ നടപ്പാക്കപ്പെടുന്ന ഘട്ടങ്ങളിലും നമ്മളുടെ ഖബർ മുതൽക്ക്, മരണം മുതൽക്ക്, ഖബറിലെ ചോദ്യം മുതൽക്ക്, മഹ്ശറയിലേക്കുള്ള യാത്ര മുതൽക്ക് എല്ലായിടത്തും പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുമ്പോൾ റമദാനിന്റെ നോമ്പ് നമുക്ക് ഒരു രക്ഷാ കവചമായി സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെങ്കിൽ റമദാനിൽ ചില കാര്യങ്ങൾ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ റജബിലും പാടില്ല. فإذا كان يوم صوم أحدكم فلا يرفث ولا يصخب. റമദാനിൽ പാടില്ലാത്ത കാര്യം കേട്ടോളൂ. റമദാനിന്റെ നോമ്പെടുക്കുന്ന പ്രഭാതം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. നിലവാരമില്ലാത്ത ഒരു വർത്തമാനവും റമദാനിൽ പാടില്ല. നിലവാരമില്ലാത്ത വർത്താനം, നിലവാരമില്ലാത്ത തമാശകൾ, കളവ് പറയൽ, ഏഷണി പറയൽ, പരദൂഷണം പറയൽ, ഇതൊന്നും റമദാനിൽ നോമ്പെടുക്കുന്ന ആൾക്ക് പാടില്ലാത്ത പോലെ റജബിലും പാടില്ല. നോമ്പുണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, അല്ലാത്ത എപ്പോഴും പാടില്ലാത്തത് തന്നെയാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊന്നും ഗൗരവത്തിന്റെ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. റജബിൽ ഗൗരവം കൂടുതലാണ്. റമദാനിനെ മാനിച്ചുകൊണ്ട്, ആ ദിവസത്തെ, ആ പകലിനെ, നോമ്പിനെ മാനിച്ചുകൊണ്ട് റമദാനിൽ ഉറക്കെ സംസാരിക്കാൻ പോലും പാടില്ല. ബഹളം വെക്കല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോ റജബിലും അതേ ആദരവ് തന്നെ നമ്മൾ കാണണം. ബഹളം വെക്കാ, വഴക്കിടാ, ഉച്ചത്തിലൊന്ന് വിളിക്കാ, ഉറക്കെ ഒന്ന് വിളി കേൾക്കാ. നമ്മുടെ വീട്ടിൽ ആദരണീയനായ ഒരു മഹാൻ വന്നിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ വീട്ടിൽ നാം ആദരിക്കുന്ന ഒരു മഹാനായ സയ്യിദ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു മഹാപണ്ഡിതൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം നമ്മുടെ വീട്ടിൽ ഉണ്ട്, വിശ്രമിക്കാണ്, എന്നാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കൂല. അതൊരു മര്യാദ കേടാ.
എന്നാൽ ആദരണീയമായ പിരീഡാണ് റജബ്. നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. എന്നാൽ നമ്മൾ റജബിനെ മാനിച്ച് ഉറക്കെ പറയാൻ പാടില്ല, ഉച്ചത്തിൽ വർത്തമാനം പറയാൻ പാടില്ല എന്ന് വെച്ചാൽ മിണ്ടാൻ പാടില്ല എന്നല്ല അതിനർത്ഥം. ആ ഒരു ബോധം, റജബ് ആദരണീയമാണെന്ന ബോധം റമദാനിൽ ഈ പരിഗണന കൊടുക്കുന്നുവെങ്കിൽ അത് നമുക്ക് വേണം. നിന്നെ ചീത്ത പറഞ്ഞ ഒരാൾ ഇങ്ങോട്ട് വന്നാൽ പോലും റമദാനിലെ നോമ്പുകാരാ, തിരിച്ചവനോട് പ്രതികരിക്കേണ്ടത് പോലും നിനക്ക് നോമ്പുണ്ട് എന്ന ദയനീയമായ നിന്റെ പ്രതികരണമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന വർത്താനായിരിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എനിക്ക് നോമ്പാടോ, ഇനി സായിം, എനിക്ക് നോമ്പാ, നീ എന്നെ ചീത്ത പറയല്ലേ, എനിക്ക് നോമ്പാ, അത്രേ പറയാവൂന്ന, അത്രയാ നിനക്ക് പറയൽ. എന്തെങ്കിലും ഒന്ന് പറയാതെ ഒരു രക്ഷയില്ല. നാവിങ്ങനെ ചുഴറ്റി വരാൻ എന്തിനു ചീത്ത പറയാൻ നേരത്ത് അങ്ങനെ എങ്ങാനും നിനക്ക് പറയാതെ സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പറയേണ്ടത് ഇത്രേ പറയാവൂ, എനിക്ക് നോമ്പാന്ന്. റമദാനിലെ പ്രതികരണം അത്രേ പാടുള്ളൂ. ഒരാൾ നമ്മൾ ചീത്ത പറഞ്ഞാൽ പോലും അതേ പരിഗണന സംസാരത്തിന്റെ നിശബ്ദമായ അവസ്ഥയിൽ. റജബ് മാസം എന്ന് പറഞ്ഞാൽ മൗനത്തിന്റെ മാസമാണ്, എവിടെ ശബ്ദമില്ലാത്ത മാസം എന്നാണ് റജബിന്റെ ഒരു പേര്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് റജബ് മാസത്തെ കുറിച്ച് ഷഹ്റുല്ലാഹിൽ അസം എന്ന നിശബ്ദതയുടെ മാസം. നിശബ്ദതയുടെ മാസമാണ്, എവിടെയും ഒരു ബഹളവും കേൾക്കാത്ത മാസം എന്നാണ് റജബിന്റെ പേര്. ഇത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച പേരാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഷഹ്റുല്ലാഹിൽ അസം എന്നാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്ക് കടന്നു വരാം. ഏതായാലും റമദാനിൽ പാടില്ലാത്തതൊന്നും റജബിലും പാടില്ല. റജബ് എന്ന വാക്ക് തന്നെ മിന തെർജീബ്, തെർജീബ് എന്ന ക്രിയാധാതുവിൽ നിന്ന് റജബ് എന്ന പദം തന്നെ വന്നിരിക്കുന്നത്. തെർജീബ് എന്ന് പറഞ്ഞാൽ തഅലീം എന്നാണ് അതിനർത്ഥം. ബഹുമാനിക്കൽ എന്നാണ് റജബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. റജബ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നാണ്. ആരാധരിക്കണം? ആ മാസത്തിന്റെ പേര് തന്നെ ആദരിക്കൽ, ആദരിക്കുക എന്നൊക്കെയാ. ആ മാസത്തെ ആദരിക്കണം എന്നുള്ളതാണ്. അള്ളാഹു ആദരിച്ച സമയമാണ് റജബ്, അള്ളാഹു ആദരിച്ച മാസമാണ് റജബ്. നേരത്തെ പറഞ്ഞു, പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് ഇത് ആദരവുള്ളതാണെന്ന പ്രഖ്യാപനം അള്ളാഹു നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻകഴിഞ്ഞു പോയ എല്ലാ സമുദായക്കാരും ഈ മാസത്തെ ആദരിച്ചിരുന്നു എന്നുള്ളതാണ്. റജബ് ശറഅ് ആകാത്ത കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ല. പൂർവികരായ എല്ലാ സമുദായക്കാർക്കും റജബ് ആദരണീയമായിരുന്നു. റജബ് ശറഅ് ആകാത്ത ഒരു കാലവും കഴിഞ്ഞു പോയിട്ടില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ എല്ലാ തോന്നിവാസങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. പെണ്ണ് പിറന്നാൽ ജീവനോട് കുഴിച്ചുമൂടാ, മദ്യത്തെ അലങ്കാരമായും മദ്യം കഴിക്കുക എന്നത് അഭിമാനമായും കണ്ടിരുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യര് ജീവിച്ച കാലം, ഭാര്യമാരെ മാറി മാറി ഉപയോഗിച്ചിരുന്ന കാലം, വ്യഭിചാരത്തെ പുണ്യം പോലെ ഒരു വലിയ ആത്മാഭിമാനത്തിന്റെ ഭാഗമായി ചേർത്ത കാലം, ജാഹിലിയ കാലഘട്ടത്തിന്റെ ഇരുളടഞ്ഞ ജനതയിൽ പോലും റജബ് ആദരണീയമായിരുന്നുവത്രേ. റജബ് അവരും ആദരിച്ചിട്ടുണ്ട്. റജബ് എന്ന വാക്ക് തെർജീബ് തഅലീം എന്നതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അറബികൾ സാധാരണ വല്ലാതെ ആദരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് തർജീബ് എന്ന പ്രയോഗത്തിലൂടെയാണ് അവർ അതിനെ അവതരിപ്പിക്കുക. വല്ലാതെ ബഹുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ തർജീബ് എന്ന പ്രയോഗത്തിലൂടെയാണ് അറബികൾ അതിനെ അവതരിപ്പിക്കുക. സൂറത്ത് തൗബയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ ഈ തഫ്സീർ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശബ്ദതയുടെ മാസമെന്ന് റജബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇസ്മായിൽ അൽ ഹഖ് ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്ന ചില തഫ്സീറിന്റെ വാക്കുകളുണ്ട്. വഅമ്മാ റജബുൻ ഫസുമ്മിയ ബിദാലിക ലിഅന്നൽ അറബ ഫിൽ ജാഹിലിയത്തി കാനൂ യുഅല്ലിമൂനഹു. റജബ് എന്ന ആ അറബി പ്രയോഗം തന്നെ ഈ മാസത്തിന്റെ പേൽ ചാർത്തപ്പെട്ടത് അറബികൾ ഈ മാസത്തെ വല്ലാതെ ആദരിച്ചിരുന്നു ഇസ്ലാം വരുന്നതിന് മുമ്പ്.
വയത്റുകൂന ഫീഹിൽ ഖിതാല വൽ മുഹാറബ. റജബ് വന്നാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇസ്ലാം എത്താത്ത ജാഹിലിയ കാലഘട്ടത്തിലെ കാട്ടറബികൾ യുദ്ധവും പോരാട്ടങ്ങളും മാറ്റിവെക്കുമായിരുന്നു. കാരണം റജബിനോടുള്ള ആദരവ് കൊണ്ട്. പൊതുവെ പറയാറുണ്ട് റജബ് എന്ന് പറഞ്ഞാൽ മുളർ വംശജരുടെ റജബ് എന്നാണ്. മുളർ വംശജരാരാ? മുളർ വംശജർ എന്ന് പറഞ്ഞാൽ റജബിനെ വല്ലാതെ ആദരിച്ചിരുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ അറബി വംശജർ. റജബിനെ വല്ലാതെ ആദരിച്ചിരുന്നു മുളർ ഗോത്രക്കാർ. അവരുടെ മാസമാണ് റജബ് എന്ന് അവരുടെ ആദരവ് കണ്ടാൽ തോന്നിപ്പോവും. അങ്ങനെ പോലും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, റജബ് മുളറ അല്ലദീ ബൈന ജമാദൈ വശഅബാൻ. മുളർ വംശജരുടെ റജബ് എന്ന് റസൂലുള്ളാഹി പോലും പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുസ്ലിമീങ്ങൾ പോലും അല്ലാത്ത മുളർ വംശജര് അന്ന് റജബിനെ അത്ര കണ്ട് ആദരിച്ചിരുന്നു. മുളർ വംശജരാവട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കളുമായിരുന്നു. അങ്ങനെയുണ്ട്. മുളർ വംശജരുടെ മുന്നില് ഏതെങ്കിലും ഒരു ജീവി, ഇപ്പൊ നമ്മൾ സാധാരണ കല്ലെടുത്തെറിയുന്നത് നായനെ കല്ലെടുത്തെറിയും. പട്ടി കുരച്ചാൽ ഒരു പക്ഷെ അതിനെ ഓടിച്ച് പറഞ്ഞയക്കാൻ വേണ്ടി കല്ലെടുക്കും. ചിലപ്പോൾ പൂച്ചയെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും. ചിലപ്പോൾ കാക്ക, ചില പക്ഷികളെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും, നമുക്ക് ശല്യമായി കഴിഞ്ഞാൽ. എന്നാൽ ഈ മുളർ വംശജരുണ്ടല്ലോ, റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയുടെ നേരെ ഒരു കല്ല് പോലും എടുത്തെറിയില്ല അവർ. കാരണം ആ മാസത്തിൽ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ കൂടിയായ ഈ മുളർ കബീലക്കാർ വിശ്വസിച്ചിരുന്നു. മുളർ കബീലക്കാർ ഹബീബിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചവരാണ്. അവരുടെ താമസ സ്ഥലത്ത് കൂടി ഹബീബായ നബിയെ കാണാൻ വേണ്ടി 11 മാസവും ആരും യാത്ര ചെയ്യൂല. മുളർ വംശജര് താമസിക്കുന്ന ഭാഗത്തുകൂടി റജബ് അല്ലാത്ത മറ്റേത് മാസവും മദീനയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുളർ വംശജരുടെ പ്രദേശത്തു കൂടി ആർക്കും യാത്ര പോകാൻ പറ്റൂല. മുഹമ്മദ് നബിയെ കാണാനാ ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കും മുളർ വംശജരുടെ പ്രദേശത്തു കൂടി യാത്ര ചെയ്യാൻ പറ്റൂല. കാരണം അവർ പിടിച്ചു നിർത്തും, ഉപദ്രവിക്കും. അപ്പൊ ദൂരദിക്കുകളിൽ ഇസ്ലാം വിശ്വസിച്ച മഹാന്മാരായ സ്വഹാബികൾ എന്ത് ചെയ്യുമെന്നറിയുമോ? റജബ് മാസം വരുമ്പോൾ അവർ മദീനയിലേക്ക് യാത്ര പോകും. കാരണം മുളർ വംശജര് റജബിൽ ഉപദ്രവിക്കൂല എന്ന് ഉറപ്പാണ്. അതിലെങ്ങനെ കടന്നു പോകും. എന്നിട്ടോ റജബ് മാസത്തിൽ ഹബീബിന്റെ അടുത്ത് പോയി അത്യാവശ്യം ഇൽമുകളൊക്കെ പഠിക്കും. എന്നിട്ട് റജബ് തീരുന്നതിന് മുമ്പ് തന്നെ അവർ തിരിച്ചു പോവും. കാരണം റജബ് മാസത്തിൽ മുളർ വംശജര് ഇസ്ലാമിന്റെ ശത്രുക്കളാ, സ്വഹാബികളെ ഉപദ്രവിക്കും. റജബ് ആയതുകൊണ്ട് റജബിനെ അവർ അത്ര കണ്ട് ആദരിക്കുന്നു. അതിന്റെ പേരിൽ ഹബീബായ നബിയുടെ സ്വഹാബികളെ ഉപദ്രവിക്കൂല. അപ്പൊ യാത്രക്ക് വേണ്ടി മുളർ വംശജരുടെ പ്രദേശത്തു കൂടെ ഉള്ള യാത്ര ഇസ്ലാമിന്റെ ശത്രുക്കളായ മുളർ വംശജരുടെ ഇടയിലൂടെ ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളിൽ പലരും, സ്വഹാബികളിൽ പലരും ഈ വിധമായിരുന്നു നടത്തിയിരുന്നത്. ജാഹിലിയ കാലഘട്ടത്തിലും മറ്റുമൊക്കെ റജബിനെ അവർ ആദരിച്ചു എന്നതിന്റെ പേരിൽ അത് അവരുടെ ഒരു ആചാരം എന്നല്ല. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ കഅബയെ ആദരിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി ആദരിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ നമ്മൾ ആദരിക്കേണ്ടത് അവർ ചെയ്തതല്ലേ, നമ്മൾ എന്തിനാ ചെയ്യുന്നത്? അങ്ങനെയല്ല ചിന്തിക്കുക. അവർ ചെയ്ത നന്മയെ നമ്മൾ അനുധാവനം ചെയ്യാറുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഈ റജബ് മാസം എന്താണെന്ന്. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ ഗുനിയത്തുൽ താലിബ് തരീഖുൽ ഹഖ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, റജബ് മാസത്തെ എന്തിനാണ് ഇത്ര കണ്ട് വലിയ പോരിശയോടുകൂടെ കാണുന്നത്? എന്തെങ്കിലും പ്രത്യേകത റജബിനുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞത്, സഹോദര, നീ ചോദിച്ചിരിക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളും ഇസ്ലാമേതര സമൂഹവും ആദരിച്ചതിനേക്കാളും ആദരവ് ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മാസമാണ് റജബ് എന്ന് പറഞ്ഞിട്ട് റജബിലെ ഓരോ ദിവസത്തിന്റെയും പ്രത്യേകത എടുത്തു പറയുന്നുണ്ട് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അത്രത്തോളം റജബ് മാസം ആദരണീയമാണ്. ഇനി കേട്ടോളൂ,
റജബ് മാസത്തിന്റെ മറ്റൊരു പേരാണ് ശഹ്റുല്ലാഹിൽ അസം, നിശബ്ദതയുടെ മാസം. ഒരു ശബ്ദവും കേൾക്കാനില്ല അന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, റമളാനിൽ പാടില്ലാത്തതൊന്നും റജബിൽ നമുക്ക് പാടില്ല. റമളാൻ വരുമ്പോൾ വലാ യസ്ഖബ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ബഹളം വെക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉച്ചത്തിൽ പോലും സംസാരിക്കാൻ പാടില്ല. ആ ആദരവ് റജബ് മാസത്തിൽ നമ്മൾ നൽകണം. അതിന്റെ ഒപ്പം തന്നെ ചേർത്ത് വെക്കണം, റജബ് മാസത്തിന്റെ ഒരു പ്രധാന പേര് തന്നെ നിശബ്ദതയുടെ മാസം എന്നാണ്. ശഹ്റുല്ലാഹിൽ അസം എന്നാണ്. ഫഇന്നമാ സുമ്മിയ ബിദാലിക ലിഅന്നൽ അറബ കാനത് തദല്ലു തുഹാരിബു ബഅദുഹാ ബഅദാ. അറബികൾക്ക് ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ യുദ്ധം ചെയ്യൽ അവരുടെ ഒരു വിനോദം പോലെ അവർ കണ്ടിരുന്ന കാലഘട്ടമായിരുന്നു ജാഹിലിയ്യത്ത്. ഫൈദാ അഹല്ല റജബ് വദഉ അസ്സിലാഹ് വനസഉ അൽ അസ്ന ഫലാ തുസ്മഉ ഫീഹി ഖഅഖഅത്തുസ് സിലാഹ് വലാ സൽസലത്തുർ റിമാഹ്. റജബ് മാസം വരുമ്പോൾ അറബികളുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്ന യുദ്ധങ്ങളൊക്കെ നിർത്തിവെക്കും. റജബിൽ യുദ്ധോല. റജബ് മാസത്തിൽ വാളുകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കാറില്ല. കുന്തമുനകൾ പരസ്പരം ഉരസി തീപാറുന്ന ശബ്ദം ഒരിക്കലും റജബിൽ കേൾക്കാറില്ല. അങ്ങനെ ഒരു കോലാഹലം ഇല്ലാതെ, ഒരു ഹർത്താലിന്റെ അന്ന് റോട്ടിൽ വണ്ടിയില്ലാത്ത പോലെ, ഒരു വാഹനമല്ല, വളരെ നിശബ്ദതയായിരിക്കും. ഒരു വലിയ ഹർത്താലൊക്കെ വന്നു കഴിഞ്ഞ ഒരു കടയല്ല, ബഹളോല എന്ന പോലെ നമ്മുടെ അങ്ങാടികളൊക്കെ നമുക്ക് ബോധ്യാവാറുണ്ട്. എന്ന പോലെ ആയിരിക്കും റജബ് വന്നാൽ അറബികളിൽ ഒരു നിശബ്ദത, ഒരു ശബ്ദവുമില്ല, ഒരു യുദ്ധമല്ല, ഒരു കോലാഹലമല്ല, ഒരു ബഹളമല്ല, ഒരു വഴക്കില്ല, ഒരു ഒച്ചപ്പാടില്ല, കളിയില്ല, തമാശയല്ല, എല്ലാവരും നിശബ്ദരായിരിക്കും. ആ അർത്ഥത്തിൽ റജബ് നിശബ്ദതയുടെ മാസമാണ്. എത്രത്തോളം വകാന റജുലുൻ ഇദാ റകിബ ഫി ത്വലബി ഖാതിലി അബീഹി. റജബ് മാസം വന്നപ്പോ ഇസ്ലാമേതര സമൂഹത്തിൽ പോലും അവരത്ര ആദരിച്ചെന്നറിയോ. യുദ്ധമൊക്കെ വലിയ ഹരമായി കണ്ടുകൊണ്ടിരുന്ന, ഒരാളെ കൊല്ലാൻ കിട്ടുന്ന, ഒരാളെ വധിക്കാൻ കിട്ടുന്ന അവസരത്തെ വലിയ താല്പര്യത്തോടുകൂടെ കണ്ടിരുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ വിവരമില്ലാത്ത ഒരു അറബി അവന്റെ വാപ്പാനെ കൊന്ന ആളെ അന്വേഷിച്ചിറങ്ങി. വാപ്പാനെ കൊന്നവനെ കൊല്ലാൻ വേണ്ടി യുദ്ധമൊക്കെ വലിയ ഇഷ്ടത്തോടുകൂടെ കണ്ടിരുന്ന ആ സമൂഹത്തിൽപ്പെട്ട ഒരു കാട്ടറബി തന്റെ വാപ്പാനെ കൊന്നവനെ കൊല്ലാൻ വേണ്ടി അന്വേഷിച്ച് ഇറങ്ങിയപ്പോ അന്വേഷണത്തിന്റെ ആ യാത്ര തുടർന്നു. ഒരു റജബ് മാസത്തി അപ്പോഴും യാത്ര തന്നെ. ആരെ അന്വേഷിച്ച് നടക്കുന്നു? വാപ്പാനെ കൊന്നവനെ അന്വേഷിച്ചെടുക്ക. അപ്പോഴുണ്ട് തന്റെ വാപ്പാനെ കൊന്നവനെ കൺമുന്നിൽ കാണേണ്ടി വന്നു. പക്ഷെ കണ്ടത് ഫി റജബ് മാസത്തിലാണ്. എങ്കിൽ പിതാവിനെ കൊന്നവനെ ആഞ്ഞാഞ്ഞു കുത്തിയും വെട്ടിയും കൊലപ്പെടുത്താൻ ആഗ്രഹിച്ചു വന്ന രക്തദാഹിയായ അറബി, മുസ്ലിം അല്ലാത്ത അറബി റജബ് മാസത്തിലാ തന്റെ ഉപ്പാനെ കൊന്നവനെ കണ്ടുമുട്ടിയത്. റജബ് മാസത്തിലായി പോയി. അതിന്റെ പേരിൽ ആ വാപ്പാനെ കൊന്നവന്റെ നേരെ പോലും നോക്കൂല. അവനെ പറ്റി ഒന്നും കേൾക്കാനും നിൽക്കൂല. നിന്റെ വാപ്പാനെ കൊന്നവനാടാ പോണത് എന്ന് പറയാൻ ഒരാൾ മുതിർന്നാൽ അതുപോലും കേൾക്കാൻ പോലും ചെവിയും കൊടുക്കൂല. കാണാത്തവനെ പോലെ നടക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാ. തന്റെ വാപ്പാനെ കൊന്നവനാണ് ആ പോകുന്നത് എന്ന രീതിയിൽ മൈൻഡ് ചെയ്യില്ല. കാരണം റജബിനോടുള്ള ആദരവ് കൊണ്ട്. ഈ അർത്ഥത്തിൽ പൂർവീകരായ സമൂഹങ്ങൾ റജബ് മാസത്തെ ആദരിച്ചിട്ടുണ്ടെന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ നമ്മോട് പറയാണ്. അപ്പോൾ റജബ് മാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് പാടില്ലാത്ത പ്രധാന കാര്യം, റമളാൻ കൊണ്ട് പാടില്ലാത്തതൊന്നും റജബിലും പാടില്ല. റമളാനിൽ പാടില്ല എന്ന് പറയുന്നതൊന്നും റജബിൽ പാടില്ല. പ്രത്യേകിച്ച് റമളാനിൽ നമ്മുടെ നാവുകൊണ്ട് അരുതായ്മകളൊന്നും പറയാൻ പാടില്ല. അത് റജബിലും പാടില്ല, അല്ലാത്തപ്പോഴും പാടില്ല കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് റജബും റമളാനും എന്നത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. പിന്നെയോ കുടുംബബന്ധം മുറിക്കാൻ പാടില്ല, പിണക്കങ്ങൾ പാടില്ല. റജബ് മാസത്തിൽ പിണക്കങ്ങൾ തീർത്തു വെക്കണം. റജബ് മാസത്തിൽ പിണക്കങ്ങൾ തീർത്തു വെക്കണം. എവിടെയെങ്കിലുമൊക്കെ വഴക്കും പിണക്കമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് പറയണം, പൊരുത്തപ്പെടണോട്ടോ, ഇത് റജബാണ്, വഴക്കിട്ട് നിൽക്കാൻ പാടില്ലാത്ത മാസമാണ്, പിണക്കങ്ങൾ പാടില്ലാത്ത മാസമാണ്, പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം റജബ് മാസത്തിൽ. അപ്പൊ വഴക്ക് പിണക്കങ്ങൾ പാടില്ല. കാരണം എന്തെന്നറിയോ?
വഴക്കും പിണക്കവും ഉള്ളോടത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. വഴക്കും പിണക്കവും ഉള്ളോടത്തിൽ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങൂല. അതന്നെയാണ് എന്താ ഈ റജബിന്റെ റഹ്മത്ത്? റജബിന്റെ റഹ്മത്ത് കേട്ടോളൂ. നിങ്ങളൊന്ന് വിരൽ കൊണ്ട് എണ്ണം പിടിക്കൂ. റജബ് എന്ന വാക്കിൽ 3 അക്ഷരമുള്ളത്. 1 റാ, 2 ജീമ്, 3 ബാ. ഇതിൽ റാ സൂചിപ്പിക്കുന്നത് റഹ്മത്തുല്ലാഹി മിനൽ അദാബ്, അല്ലാഹുവിന്റെ റഹ്മത്താണ് റജബ് എന്ന പദത്തിലെ റാ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ആ റഹ്മത്ത് റജബിൽ എമ്പാടുമുണ്ട്. ആ റഹ്മത്ത് കിട്ടൂല വഴക്കും പിണക്കുമുള്ള ആളുകൾക്ക്. റജബ് എന്ന പദത്തിലെ ജീമ് അല്ലാഹുവിന്റെ ജൂദാണ്, അല്ലാഹുവിന്റെ ഔദാര്യം. റജബ് എന്ന പദത്തിലെ 3ാമത്തെ അക്ഷരമായ ബാ അല്ലാഹുവിന്റെ ഗുണമാണ്. അല്ലാഹു ധാരാളം ഗുണം ചെയ്യും. ഇങ്ങനെയാണ് റജബ് മാസം നമ്മോട് പ്രതിനിധാനം ചെയ്തു വരുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത് റജബ് മാസത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ വഴക്ക് പിണക്കമുള്ളോടത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇല്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് 1 ഉമ്മയുടെ വയറ്റിൽ ഒരു ഇന്ദ്രിയ രൂപത്തിൽ ഉമ്മയുടെ വയറ്റിൽ ഹബീബായ നബി തങ്ങൾ എത്തിയത് ഈ ഭൂമിയിൽ ഒരു ജനനമുണ്ടാവാൻ അള്ളാഹു വെച്ചിരിക്കുന്ന ചില സബബുകളുണ്ട്. ഒരു പെണ്ണ് പ്രസവിക്കണമെങ്കിൽ ഗർഭിണിയാവണം. ആ ഗർഭാവസ്ഥയിലേക്ക്, ഗർഭാശയത്തിലേക്ക് ഇന്ദ്രിയത്തുള്ളിയായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന്റെ ആ തുടക്കം റജബ് 1 മഹാന്മാർ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് 1 ഉമ്മയുടെ വയറ്റിൽ എത്തുകയാണ്. അള്ളാന്റെ ഹബീബാന വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റഹ്മത്താണ്. അപ്പൊ റഹ്മത്ത് വന്ന മാസമാണ് റജബ്. അതുകൊണ്ട് പടച്ചോന്റെ റഹ്മത്ത് നമ്മളിൽ നിന്നും ഇല്ലാതാകുന്ന ഒരു സന്ദർഭമായി വഴക്കും പിണക്കൊക്കെ ഉണ്ടെങ്കിൽ, പിണക്കമുള്ളടത്ത് റഹ്മത്ത് ഉണ്ടാവൂല, റഹ്മത്ത് കിട്ടൂല. റമദാനിന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10. റജബിന്റെ ആദ്യവും റഹ്മത്താണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ ആദ്യത്തെ 10 റഹ്മത്ത് എന്ന പോലെ റജബിന്റെ ആദ്യം റഹ്മത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിലേക്ക് പിറവിയെടുക്കാൻ കാരണമാകുന്ന നുത്ഫത്തു ശരീഫ ഉമ്മയുടെ ഗർഭാശയത്തിൽ എത്തിയത് റജബിന്റെ ആദ്യത്തില. അപ്പൊ റഹ്മത്ത് കിട്ടണമെങ്കിൽ വഴക്ക് പിണക്കമുള്ളോടത്ത് റഹ്മത്തുണ്ടാവൂല. വഴക്ക് പിണക്കമുള്ളോടത്ത് റഹ്മത്തുണ്ടാവൂല. അതുകൊണ്ട് കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല. കുടുംബ ബന്ധം മുറിക്കുന്നോടത്ത് റഹ്മത്തില്ല. കുടുംബ ബന്ധം മുറിക്കുന്നോടത്ത് റഹ്മത്തുണ്ടാവൂല. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അൽ-ബഖറയുടെ 27-ാമത്തെ ആയത്ത്. പടച്ചവൻ ചേർക്കണമെന്ന് പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ആളുകൾ, അതുവഴി ഭൂമിയിൽ വഴക്ക് പിണക്കങ്ങൾ ഉണ്ടാക്കുന്നവർ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ ഒരിക്കലും വിജയിക്കൂല എന്ന് ഖുർആൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കുടുംബ ബന്ധങ്ങളും അതുപോലെ തന്നെ കുടുംബങ്ങളിലെ കുടുംബബന്ധം മുറിച്ചു കളഞ്ഞ അവസ്ഥയും കുടുംബങ്ങളിലെ വഴക്ക് പിണക്കങ്ങളും പൊരുത്തപ്പെടിച്ച് മാറ്റി നിർത്തി പിണക്കങ്ങൾ മാറ്റേണ്ട മാസമാണ് റജബ്. വഴക്ക് പിണക്കങ്ങൾ റജബ് മാസത്തിൽ പാടില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നമ്മളിലേക്ക് ഇല്ലാതെ പോകും. കാരണം എന്താ? കുടുംബ ബന്ധം അല്ലാഹുവിന്റെ സിംഹാസനത്തിലാ. കുടുംബ ബന്ധം അല്ലാഹുവിന്റെ സിംഹാസനത്തോട് കെട്ടിയിട്ടിരിക്കുന്നു, ബന്ധിച്ചിരിക്കുന്നു. തഖൂലു, കുടുംബ ബന്ധം അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, വിളിച്ചു പറയുന്നു, മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. അല്ലാഹുവേ,
കുടുംബ ബന്ധമാകുന്ന എന്നെ ചേർക്കുന്നവനെ നീ ചേർക്കണേ അല്ലാ. കുടുംബ ബന്ധമാകുന്ന എന്നെ മുറിക്കുന്നവനെ നീ മുറിക്കണേ അല്ലാ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിം, സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് റജബ് മാസം വരുമ്പോൾ ബന്ധങ്ങളിൽ വഴക്ക് പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കണം. വഴക്കും പിണക്കവും തർക്കവും ഒന്നും പാടില്ല. റജബിൽ പാടില്ലാത്ത കാര്യമാണത്. ഇനി കേട്ടോളൂ, ഒരു ഹദീസും കൂടി പറയാം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിം, ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിലും ഉദ്ധരിക്കുന്നുണ്ട്, നസായി അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ അബി അയ്യൂബ് റളിയല്ലാഹു അൻഹു അറള അഅറാബിയുൽ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിസിമാമി നാഖതിഹി ثم قال يا رسول الله أخبرني بما يقربني من الجنة ويباعدني من النار. മഹാനായ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഹബീബായ നബി തങ്ങൾ ഒരു യാത്ര പോവാൻ വേണ്ടി അവിടുത്തെ ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാ. ആ സമയത്ത് വേഗത്തിൽ ഒരു അഅറാബിയായ മനുഷ്യൻ വന്നു, ഒരു സ്വഹാബി വന്നു. അഅറാബി എന്ന് പറഞ്ഞാൽ വലിയ വിവരമുള്ള ആളൊന്നുമല്ല, എന്നാൽ നല്ല ഈമാനാണ് അവർക്ക്. വന്നിട്ടോ ഹബീബിന്റെ ഒട്ടകം യാത്ര തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒട്ടകത്തിന്റെ ജീനിയിൽ പിടിച്ചു നിർത്തിയിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിമാ യുഖർരിബുനി മിനൽ ജന്ന വയുബഇദുനി മിനൻ നാർ. സ്വർഗ്ഗത്തോട് എനിക്ക് അടുക്കണം നബിയെ, നരകത്തോട് എനിക്ക് അകലണം നബിയെ. സ്വർഗ്ഗത്തോട് അടുക്കാനും നരകത്തിൽ നിന്നും അകന്നു പോവാനും പറ്റിയ ഒരു അമല് എനിക്ക് പറഞ്ഞു തരുമോ നബിയെ? എന്നിട്ട് യാത്ര പോവാൻ നബി അതൊന്ന് പറയോ? ഹബീബായ നബി തങ്ങൾ സന്തോഷത്തോടുകൂടെ സ്വഹാബിയോട് പറഞ്ഞു, 4 അമല് ഞാൻ പറഞ്ഞു തരാം മോനെ. ഒന്നാമത്തേത് കേട്ടോളൂ, അൻ തഅ്ബുദല്ലാഹ വലാ തുശ്രിക ബിഹി ഷൈആ. യാതൊരു തരത്തിലുമുള്ള ശിർക്കിന്റെ ലാഞ്ചനയില്ലാതെ അള്ളാഹുവിന് നീ ഇബാദത്ത് ചെയ്യാ. ജ്യോത്സ്യന്മാരുടെ മഠങ്ങളിൽ പോവാതിരിക്കാ, ജ്യോത്സ്യ സേവ നീ ചെയ്യാതിരിക്കാ, ശിർക്കിന്റെ യാതൊരുവിധ കാര്യങ്ങളിലേക്കും ഏർപ്പെടാതിരിക്കാ. അങ്ങനെ നീ ഒരു ശരിയായ സത്യവിശ്വാസിയായി തൗഹീദ് മുറുകെ പിടിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യ അവസരത്തിൽ കൃത്യമായി നിസ്കാരം ഖളാ ആവാതെ അദാ ആയി തന്നെ ആദ്യ അവസരത്തിൽ നിസ്കരിച്ച് ശീലിക്കാം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നിനക്ക് പണമുണ്ട് എങ്കിൽ അവധി തെറ്റാതെ കൃത്യമായി സക്കാത്ത് കൊടുക്ക. നാലാമത്തെ കാര്യം, നിന്റെ കുടുംബ ബന്ധങ്ങളെ നീ തിരിച്ചറിയണം. നിന്റെ കുടുംബക്കാരുമായി നിനക്ക് ബന്ധമുണ്ടാവണം മോനെ. ഈ 4 കാര്യം നീ നിലനിർത്തിയാൽ നിനക്ക് സ്വർഗത്തോട് അടുക്കാം, നരകത്തിൽ നിന്നും അകലാം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തുന്നു. ഇമാം നസായി അവിടുത്തെ സുനനിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോ ഈ റജബ് മാസം വന്നു കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിൽ പിണക്കവും അതുപോലെ തന്നെ വിദ്വേഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം, വഴക്കുകളൊക്കെ മാറ്റണം, പിണങ്ങി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം കേട്ടോളൂ, നാട്ടുകാരായിട്ട്, കുടുംബത്തിൽ മാത്രമല്ല, ഇനി നാട്ടുകാരായിട്ട് പിണക്കം പാടില്ല, നാട്ടുകാരായിട്ട് വഴക്ക് പിണക്കം പാടില്ല, നാട്ടുകാരായി വഴക്ക് പിണക്കം പാടില്ല, മുഖം തിരിച്ച് നടക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങ് കളഞ്ഞേക്കണം. റജബ് അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല. റജബ് മാസത്തിൽ അള്ളാഹു വെച്ചിരിക്കുന്ന റഹ്മത്ത് നമുക്ക് കിട്ടൂല. ഏതുപോലെ റമളാനിൽ ലൈലത്തുൽ ഖദറിന്റെ ദിവസം ഇന്ന ദിവസമാണെന്ന വിവരം പറയാൻ വേണ്ടിയിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ 2 സ്വഹാബികൾ പരസ്പരം തർക്കിക്കുന്നു, വഴക്കിടുന്നു. അത് കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്ത ലൈലത്തുൽ ഖദർ ഇന്ന രാത്രിയാണ് എന്ന് പറഞ്ഞ ആ രാവ് ഏത് എന്ന് റസൂലുള്ളാഹിക്ക് മറവി കൊടുത്തു.
ഇവിടെ സംഭവിച്ചത് എന്താ? സംഭവിച്ചത് നാട്ടുകാർക്കിടയിൽ വഴക്ക്, സമൂഹത്തിൽ ഐക്യമില്ലാതെ വന്നു, നാട്ടുകാർക്കിടയിൽ പിണക്കമുണ്ടായി, സ്വഹാബികൾ തമ്മിൽ പിണക്കമുണ്ടായി. സമൂഹത്തിൽ ആരോടും വഴക്കും പിണക്കവും പാടില്ല. കുടുംബത്തിൽ മാത്രമല്ല, ലാ തർജിഉ ബഅദി കുഫാറ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്. ആരുമായും പിണക്കം പാടില്ല. അത് കുടുംബത്തിലും പാടില്ല, പുറത്തും പാടില്ല. ഹജ്ജത്തുൽ വദാഇന്റെ പ്രോജ്വലമായ പ്രഭാഷണം സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ സ്വഹാബികൾക്ക് കൊടുത്ത ഉപദേശം, ഞാനെങ്ങാനും മരിച്ചുപോയാൽ, ഞാൻ വഫാത്തായാൽ, സ്വഹാബികളെ എന്റെ കാലശേഷം നിങ്ങൾ പരസ്പരം പോരടിച്ച് ചിലരുടെ കഴുത്ത് വെട്ടുന്ന വൈരാഗ്യബോധത്തോടുകൂടെ സമൂഹത്തിന്റെ ഐക്യം നഷ്ടപ്പെടുത്തല്ലേ, സമൂഹത്തിന്റെ ഐക്യം നഷ്ടപ്പെടല്ലേ. സയ്യിദുനാ റസൂലുള്ളാഹി റജബില് നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. സമൂഹത്തിന് നാട്ടുകാരായിട്ട് പിണക്കം പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എല്ലാരും നമ്മുടെ കൂടെ പറപ്പാന്നാ പറഞ്ഞത്. ആരുമായിട്ടും പിണങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ റജബ് കബൂലാവൂല. റജബില് പാടില്ലാത്ത കാര്യ. നാട്ടുകാരായും വീട്ടുകാരായും കുടുംബക്കാരായും ആരോടും ഒരു വഴക്കും പിണക്കവും പാടില്ല. റജബ് കിട്ടിയാൽ റമദാൻ കിട്ടൂ. നമ്മുടെ കൂടപ്പിറപ്പുകളെല്ലാവരും ഒരാപത്ത് വരുമ്പോ ആരാ സഹായിക്കാന്നൊന്നും പറയാൻ പറ്റൂല. ആപത്തിൽ കിടക്കുന്നവൻ ശത്രുവാണെങ്കിൽ പോലും സഹായിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ വത്തഖുല്ലാഹ്. ഒരാളോട് വിരോധമുണ്ട്, വെറുപ്പുണ്ട്, ദേഷ്യമുണ്ട്, പിണക്കമുണ്ട്, അതിന്റെ പേരിൽ അയാൾക്കൊരു നല്ല കാര്യം ചെയ്തു കൊടുക്കുന്നതിന് നീ തടസ്സം നിൽക്കേണ്ടതല്ല, അത് ചെയ്തു കൊടുക്കണമെന്നാ. ആപത്തിൽ കിടക്കുന്നത് നിന്റെ ശത്രുവാണെങ്കിൽ പോലും സഹായിക്കണമെന്ന് ചുരുക്കം. എല്ലാവരും കൂടപ്പിറപ്പുകളാ, ആരോടും പിണക്കം പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഖ്വ, ഒരു ഉമ്മ പറ്റ മക്കളാണ്. അതുകൊണ്ട് അവർക്കിടയിൽ വഴക്കം പിണക്കം ഉണ്ടെങ്കിൽ നമുക്കൊരു ബാധ്യത ഉണ്ട്, അത് തീർത്തു കൊടുക്കുക എന്നത്. പിണങ്ങിയ രണ്ടുപേര് സ്വയം പിണക്കം മാറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു ബാധ്യത ഉണ്ട്, അത് പിണക്കം നമ്മളായിട്ട് മാറ്റി കൊടുക്കണം. ഫഅസ്ലിഹൂ ബൈന അഖവൈകും, പിണങ്ങി നിൽക്കുന്ന നിങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ ഇടയിൽ ഇണക്കമുണ്ടാക്കി കൊടുക്കുക എന്നത് നിങ്ങൾക്ക് ബാധ്യതയാണെന്ന് ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കണം, റജബിൽ പാടില്ലാത്ത കാര്യമാണ് നാട്ടുകാരായിട്ട് പിണക്കം പാടില്ല. ഒന്നാമത്തേത്, റമദാനിൽ പാടില്ലാത്തത് ഒന്നും തന്നെ പാടില്ല. പ്രത്യേകിച്ച് നോമ്പ് ബാത്തിലാവുന്ന, നോമ്പിന്റെ ഭവ്യതയെ കളങ്കപ്പെടുത്തുന്ന എന്തൊക്കെ തെറ്റുകുറ്റങ്ങളും അദബുകേടുകളും റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ റജബിലും ശ്രദ്ധിക്കണം. റമദാൻ കൊണ്ട് പാടില്ലാത്തതൊന്നും റജബിലും പാടില്ല. അതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് കുടുംബ ബന്ധങ്ങളിൽ വഴക്ക് പിണക്കങ്ങൾ പാടില്ല. മൂന്നാമത്തേത് സമൂഹത്തിൽ നാട്ടുകാരുടെ ഇടയിൽ വഴക്ക് പിണക്കങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നാലാമത്തേത്, ഹബീബിന്റെ സുന്നത്തുകളോട് മുഖം തിരിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്, ഹബീബിന്റെ സുന്നത്തുകളോട് മുഖം തിരിച്ച് നടക്കാൻ പാടില്ല. റസൂലുള്ളാഹിയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പരമാവധി സുന്നത്തുകളെ നമ്മൾ ചേർത്ത് പിടിക്കണം. സുന്നത്തുകൾ വേണം. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്നാ. ഈ ഹദീസിന്റെ ആദ്യം മുതൽ ഞാൻ പറയാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഗശ്ശുൽ അഹദ്. മോനെ, ഒരാളോടും വഴക്കും പിണക്കവും ഇല്ലാത്ത അവസ്ഥയിൽ നിനക്ക് ജീവിച്ചു പോരാൻ കഴിയുമെങ്കിൽ അങ്ങനെ തുടരണേ. കണ്ടോ, ഒരു പ്രധാന സുന്നത്താണത്. വദാലിക മിൻ സുന്നത്തി. വഴക്കും പിണക്കവും ഇല്ലാതെ നമുക്ക് ഒരാൾ വർത്താനം അയാൾ പറഞ്ഞത് നമുക്ക് ശരിക്കും വേദന എടുത്ത് നമ്മൾ തിരിച്ച് അതുപോലത്തെ ഒന്നല്ല അതിന്റെ അപ്പുറം പറയാൻ നമുക്ക് കഴിയും. നമ്മൾ മിണ്ടാതിരുന്നു, അതിന്റെ പേരിൽ ഒരു നഷ്ടവും നമുക്ക് വരാനില്ല. മിണ്ടാതിരുന്നതിന്റെ പേരിൽ വലിയൊരു സുന്നത്തിന്റെ കൂലി കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വഴക്ക് പിണക്കത്തിലേക്ക് എത്താം.
അല്ലെങ്കിലും അന്നുത്ഖു സൈനു വസ്സുകൂതു സലാമത്തുൻ ഫൈദാ നതഖത ഫലാ തകും മുകാസിറ മാ ഇന്നദംത അല സുകൂതി മറതൻ വലഖദ് നദംത അലൽ കലാമി മിറാറാ. ഒരാളെ നമ്മളെ വേദനിപ്പിച്ചൊരു കുത്തുവാക്ക് പറഞ്ഞു, തിരിച്ചു പറയാൻ നമുക്ക് കഴിയും. നമ്മൾ പറഞ്ഞില്ല, പറയാത്തതിന്റെ പേരിൽ ഒരു വിഷമോ ഒരു പ്രയാസമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. രണ്ടെണ്ണം പറയാറുന്ന ഒരു സമാധാനമില്ല, ഞാനത് കേട്ടുകൊണ്ട് വരേണ്ട കാര്യമില്ല. ഇപ്പൊ നിനക്കൊരു ചെറിയ സമാധാനക്കേട ഉള്ളെങ്കിൽ ഒരു 100 സമാധാനക്കേട് നീ അതവിടെ തർക്കുത്തരം അവനോട് പറഞ്ഞിട്ട് വന്നിരുന്നുവെങ്കിൽ നിനക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് ആലോചിച്ച് ആശ്വസിക്കാൻ സൂഫിയാക്കൾ നമ്മെ ഈ മഹത്തായ കവിത വരിയിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഹബീബിന്റെ സുന്നത്ത് ഒരു പ്രധാന സുന്നത്താണ്, ആരോടും വഴക്കില്ലാത്ത മനസ്സ് എന്നുള്ളത്. അങ്ങനെ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണേ മോനെ എന്ന് മഹാനായ സ്വഹാബിയെ ഉപദേശിച്ചു. എന്റെ സുന്നത്തിനെ ആര് ജീവിതത്തോട് ചേർക്കുന്നുവോ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിക്കാം. എന്നെ സ്നേഹിക്കുന്നവൻ കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിക്കുന്നവൻ നാളെ എന്റെ കൂടെ സ്വർഗത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബിനെ സ്നേഹിക്കണമെങ്കിൽ അവിടുത്തെ സുന്നത്ത് വേണം. റജബ് മാസത്തിൽ പാടില്ലാത്ത 4ാമത്തെ കാര്യം സുന്നത്തുകളോട് മുഖം തിരിക്കാൻ പാടില്ല. ഈ 4 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചാൽ റജബ് നമുക്ക് ധന്യമായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്ന. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്, ഖതീബ് തിബ്രീസി മിഷ്കാത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിത്തത്തുൻ ലഅനതുഹും വലഅനഹുമുല്ലാഹു വകുല്ലു നബിയ്യിൻ യുജാബ്. കേട്ടോളൂ, 6 വിഭാഗം ആളുകളെ അല്ലാഹ് ശപിച്ചു, ഞാനും ശപിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി, ഒരു നബി ശപിച്ചാൽ ആ ശാപം ഫലിക്കും. വകുല്ലു നബിയ്യിൻ യുജാബ്, ഒരു നബി ശപിച്ചാൽ ആ ശാപം ഫലിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ശപിച്ചു, അല്ലാഹു ശപിച്ചു എന്ന് ഹബീബേ അങ്ങ് പറഞ്ഞതിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. റസൂലുള്ളാഹി പറയാ, 6 വിഭാഗത്തെ അല്ലാഹു ശപിച്ചു, 6 വിഭാഗത്തെ ഞാനും ശപിച്ചു. ഒരു നബി ശപിച്ചാൽ അത് ഫലിക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. 1ാമത്തെ വിഭാഗം അസ്സായിദു ഫി കിതാബില്ലാഹ്, ഖുർആനിൽ വല്ലതും കൂട്ടുന്നവൻ, ഖുർആനിൽ തോന്നിവാസം ചേർക്കുന്നവൻ. പരിഭാഷ എഴുതുന്നത് മഹാന്മാരായ ഉലമാ ഹറാമാണെന്ന് പോലും പറഞ്ഞത് ഈ അടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലും നമ്മുടെ വക കയറിപ്പോകും. ഖുർആനിൽ തന്റെ വക എന്തെങ്കിലും ചേർക്കുന്നവനെ അല്ലാഹ് ശപിച്ചു, റസൂലുള്ളാഹി ശപിച്ചു. 2ാമത്തെ വിഭാഗം വൽ മുകദ്ദിബു ബിഖദ്രില്ലാഹ്, പടച്ചോന്റെ ഖലാഅ് കൊണ്ടാണ് ഇത് ഉണ്ടായത് എന്നത് നിഷേധിക്കുന്നു. അല്ലാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്നു, പടച്ചോന്റെ ഖലാഇനെ നിഷേധിക്കുന്നു. അല്ലാഹുവിന്റെ വിധി എന്ന് പറഞ്ഞ ഒന്നുമില്ല, പടച്ചോൻ വിധിച്ചിട്ടുണ്ടാവണമെന്നില്ല. അത് പ്രകൃതിയാന്ന് പറയാം, പ്രകൃതിവാദം അതാണ്. അല്ലാഹു ശപിച്ചു അവരെ, പടച്ചോൻ കാക്കട്ടെ. 3ാമത്തേത് വൽ മുതസല്ലിതു ബിൽ ജബറൂതി ലിയഇസ്സ മൻ യുഇസ്സ മൻ അദല്ലഹുല്ലാഹ് വയുദില്ല മൻ അഅസ്സഹുല്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന സംഘത്തെ സഹായിക്കാൻ പോകുന്നവനെ അല്ലാഹു ശപിച്ചു. വലിയ ക്രെഡിറ്റ് ആയിട്ട് RSSൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ചില മുസ്ലിം നാമധാരികളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇസ്ലാമിക വിരുദ്ധമായ ചേരിയുടെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ അവരുടെ കൂടെയുണ്ട്, ഞങ്ങൾക്ക് മതേതരത്വമാണ് വേണ്ടത്, ഞങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പേരും വെച്ചിട്ട് വർഗീയമായ മുസ്ലിം ഉമ്മത്തിന്റെ ശത്രുക്കളായി നിൽക്കുന്ന പാർട്ടികളിൽ പോയി കൂടുന്നവർക്ക് അള്ളാന്റെ ശാപമുണ്ട്, റസൂലുള്ളാഹിയുടെ ശാപമുണ്ട്. പടച്ചോൻ കാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വിഭാഗം പറഞ്ഞു. 4ാമത്തെ വിഭാഗം അല്ലാഹു ഹറാമാക്കിയത് ഹലാലാണെന്ന് പറയുന്നവർ. അല്ലാഹു ഹറാമാക്കിയത് ഹലാലാണെന്ന് പറയുന്നവരാണ്.
മൂന്നാമത്തെ അതായത് അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലായിട്ട് കാണുന്ന പോലെ ഇപ്പൊ ചില പലിശ ഇടപാടൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന രീതിയിലേക്ക് പോകാം. അള്ളാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കുന്ന നമ്മുടെ നിലപാട് നമ്മെ റസൂലുള്ളാഹിയുടെ ശാപത്തിലെത്തിക്കുക, അള്ളാഹിന്റെ ശാപത്തിലെത്തിക്കുക. പടച്ചോൻ കാക്കട്ടെ. അഞ്ചാമത്തെ വിഭാഗം എന്റെ കുടുംബത്തെ, ഹബീബ് പറയാണ്, അഞ്ചാമത്തെ വിഭാഗം എന്റെ കുടുംബത്തെ, അഹ്ലു ബൈത്തിനെ, സയ്യിദന്മാരെ നിസ്സാരമാക്കുന്നവർ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആറാമത്തെ വിഭാഗം വത്താരിഖു ലിസുന്നത്തി, എന്റെ സുന്നത്തിന് നേരെ മുഖം തിരിക്കുന്നവനാണെന്ന് കളവ് പറയാത്ത, പറഞ്ഞതൊന്നും ഇന്നവരെ പിഴച്ചിട്ടില്ലാത്ത ഹബീബേ മുർത്തള അമീനേ മുജ്തബ സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ റബ്ബേ ഞങ്ങൾ പറഞ്ഞത് നീ സ്വീകരിക്കുക അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമല്ലാ. ഞങ്ങൾ അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും കുടുംബത്തിനും മരിച്ചുപോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ കുടുംബക്കാർക്കും നീ പൊറുക്കണമല്ലാ. ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ. രോഗങ്ങളുണ്ട് തമ്പുരാനെ, നീ തന്നതാണ് അല്ലാ. നീ ശിഫയാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി, സീനത്ത് എന്ന് പേരുള്ള ഒരു സഹോദരി, അല്ലാഹുവേ മോഡേൺ ഹോസ്പിറ്റലിൽ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ദുബൈയിലുള്ള ഒരു പ്രിയ സഹോദരൻ ക്യാൻസറാണ്. എത്ര നാളായി, എത്ര ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹം ചികിത്സക്ക് വേണ്ടി ചെലവ് ചെയ്തു. ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ഒരു ഓപ്പറേഷൻ, അദ്ദേഹത്തിന്റെ ചികിത്സയുടെ ഭാഗമായി ശരീരത്തിൽ വന്ന ഒരു പ്രയാസം, വലിയൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. എത്ര വേദനയാ സഹോദരൻ തിന്നുന്നത്. കൂലി കൊടുക്കണേ അല്ലാ, ഈമാൻ കൂട്ടിക്കൊടുക്കണേ അല്ലാ. തമ്പുരാനെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ക്യാൻസറാണ്. ആസ്റ്റർ മെഡിസിറ്റിയിലെ ചികിത്സയാണ്. റഹ്മാനെ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. 6 കീമോ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, 35 വയസ്സുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ വീട് പണി തുടങ്ങി. ഒരു കുഞ്ഞു മോളാ ഉള്ളത്. അല്ലാഹുവേ ക്യാൻസറാ, നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ പരിപാടികളൊക്കെ ഓൺലൈനിൽ കാണുന്ന ഒരു ഉമ്മ ഈ അടുത്ത ദിവസം ദുആരക്കാൻ വിളിച്ചേൽപ്പിച്ചു. അവർ 6 കീമോ ചെയ്തു. ക്യാൻസറാണ്, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവെയുള്ളവന്റെ സഹപ്രവർത്തകന്റെ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരിയായ സഹോദരിക്ക് തണ്ടല് വേദന വന്നിട്ട് മാറിയില്ല. ശ്വാസതടസ്സം വന്നപ്പോൾ ഒന്ന് ശരിയായ രീതിയിൽ പരിശോധിച്ചു നോക്കിയപ്പോൾ ക്യാൻസറാണ്. അല്ലാഹുവേ ശിഫ നൽകണേ തമ്പുരാനെ, ശിഫ നൽകണേ അല്ലാ. ട്യൂമർ വന്ന ഒരു 18 വയസ്സുകാരന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. കീമോ ചെയ്യുന്നു. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. മലപ്പുറം ജില്ലയിലെ വണ്ടൂരുള്ള ഒരു പ്രിയപ്പെട്ട പെങ്ങള്, 24 വയസ്സാ, ചെറിയ കുട്ടികളാ, ക്യാൻസറാണ്. ക്യാൻസറിന് കീമോ ചെയ്തു. അവസാനം കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകുന്നു. പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. റഹ്മാനെ ശിഫ നൽകുക അല്ലാ. ആ രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവരെയും കാക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുത്തന്റെ സഹോദരങ്ങൾ, സഹോദരിമാർ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ഒരുപാട് ദൂരദിക്കുകളിൽ നിന്നും നടന്ന് ഈ ക്ലാസ്സിന് വേണ്ടി വരുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹുവേ ആരോഗ്യം നൽകണേ അല്ലാ.
ആരോഗ്യം നൽകണേ അല്ലാ, കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ റഹ്മാനേ, അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവർ ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് പറഞ്ഞേൽപ്പിച്ച് വാട്സാപ്പിൽ അറിയിച്ചും അല്ലാതെയും എഴുതി അറിയിച്ചും ഒക്കെ ഉണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹസ്സലാക്കണേ അല്ലാ. ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ റബ്ബേ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് ഉംറ സിയാറ ഫർളായവരുണ്ട്. റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ നിറവേറ്റി തരണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയവരുണ്ട്. അല്ലാഹുവേ, നീ എളുപ്പമാക്കണേ അല്ലാ. സ്ഥാപനങ്ങളിൽ ബറക്കത്ത് നൽകുക അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതാണ് അല്ലാ, നീ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ അനുയോജ്യമായ ജോലിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. അനുയോജ്യമായ ജോലി നീ അടുപ്പിച്ചു കൊടുക്കുക അല്ലാ. വിദേശത്തുള്ള സഹോദരങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നാര മക്കളുടെ പഠനത്തിലും തൊഴിലിലുമൊക്കെ ബറക്കത്ത് ഏറ്റി നൽകണേ അല്ലാ. റജബിന്റെ ബറക്കത്തും ശഅബാനിന്റെ ബറക്കത്തും ഞങ്ങളിൽ നൽകണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ഞങ്ങൾ ഈ സദസ്സിൽ പറഞ്ഞ എല്ലാ നല്ല കാര്യത്തിന്റെയും മിഥ്ല സവാബ് ഞങ്ങളിൽ നിന്നും മരിച്ച് പലയിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഉപ്പമാര്, ഉമ്മമാര്, അവരുടെ ഖബറിൽ റബ്ബേ നന്മയുടെ ഒരു വിഹിതം എത്തിക്കണം അല്ലാ. റജബ് മാസത്തിൽ സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ആഫിയത്ത് നൽകുക അല്ലാ, ആരോഗ്യം നൽകുക അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആയുസ്സിൽ ഒരുപാട് റജബും ശഅബാനും റമളാനും വരവേൽക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട്, നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമായ മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി ആലോചനകളും അന്വേഷണങ്ങളും നടക്കുന്നു. അല്ലാഹുവേ, അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. തമ്പുരാനെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇഴജന്തുവിന്റെ ശല്യത്തെ തൊട്ട് കാക്കണേ അല്ലാ. സിഹറിനെ തൊട്ട് കാക്കുക അല്ലാ. കണ്ണേർ ബാത്തിലാക്കണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.